അവനെ ഒരു പാഠ്യ വിഷയം കൂടിയാക്കുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് സഹിക്കാൻ പറ്റുക? അത് മാത്രവുമല്ല, ഇവനൊരു ദളിത് വിഭാഗത്തിൽപ്പെട്ടൊരു വ്യക്തിയാണ്, പിന്നോക്ക സമുദായത്തിൽപ്പെട്ടൊരു വ്യക്തിയാണ്, കറുത്ത വർഗ്ഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു കറുത്ത മനുഷ്യനാണ് എന്നൊക്കെയാണ് ഇവരുടെ ഈ ഒരു കറുത്ത കാക്കയെ പോലാണെന്ന് സത്യഭാമ എന്ന് പറയുന്ന ഒരു അമ്മച്ചേക്കോ എന്ന് പറയുന്നത് നമ്മൾ കണ്ടാണല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിൽ വേടൻ്റെ റിലവൻസ് എത്രത്തോളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ആരാധിക്കുന്നത് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ഒരു സ്പേസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങൾക്കും വേടൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് അറിയാം അല്ലേ. ചോറ് വാരി തിന്നുന്നവർക്കറിയാം, അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വേടൻ്റെ പാട്ട് ഇനി സർവകലാശാലയിൽ പാഠ്യവിഷയമാക്കണം. ഈ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ NR മധുവും സംഘവും എല്ലാം കൂടി പറഞ്ഞത്, വേടൻ്റെ പാട്ട് ഇനിയും കൂടുതൽ പഠിപ്പിക്കൂ, സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കൂ, പിള്ളേരൊക്കെ പഠിക്കട്ടെ, കഞ്ചാവോളിയെ പറ്റി കൂടുതൽ പഠിക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത്. അവരുടെ അപ്പോഴുമുള്ള അമർഷങ്ങൾ അല്ലെങ്കിൽ മുൻപും ഉണ്ടായിരുന്ന വിഷയങ്ങൾ എന്തിൻ്റെ പേരിലാണ് ഈ ഇരകളെ കൊണ്ടുവന്നതെന്നുള്ളത് ഇവരുടെ പലപ്പോഴായിട്ടുള്ള ഈ സംവാദങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലായതാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, വേടൻ്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ പാഠ്യവിഷയമാക്കാൻ പോവുകയാണ്.